ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന ഹിസ്റ്ററി ചാപ്റ്ററിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങളുടെ ഇത്തവണത്തെ എക്സാമിന് എസ്പെഷ്യലി ടേം 1 എക്സാമിനെല്ലാം ഇതുപോലുള്ള MCQs വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിയിരിക്കുകയാണല്ലോ. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് MCQസിനെ കുറിച്ച് എനിക്ക് ഷെയർ ചെയ്യാനുള്ള 3 കാര്യങ്ങൾ കൂടെ ഒന്ന് കേൾക്കാം. അത് കേട്ടതിന് ശേഷം നിങ്ങൾ മെയിൻ ടോപ്പിക്കിലോട്ട് പോവുക, മെയിൻ കണ്ടന്റിലേക്ക് പോവുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ MCQ എന്ന് പറയുന്ന ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ MCQ എന്ന് പറയുന്ന ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ഓരോ ചാപ്റ്റേഴ്സിലെയും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ പഠിക്കാം. നിങ്ങൾ ഓൾറെഡി അത്രയും കണ്ടന്റുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് MC ക്വസ്റ്റ്യൻ ആണെങ്കിലും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് നാച്ചുറലി ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ MCQ എന്നൊരു വലിയൊരു സംഭവമാണെന്നോ അതൊരു വേറൊരു സെപ്പറേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാ സ്കൂളിലും എടുത്തു കഴിഞ്ഞൊരു ചാപ്റ്റർ ആയിരിക്കും ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. നിങ്ങൾ അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സോയിലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ലാറ്ററൈറ്റ് ആണെങ്കിലും അലുവിയലാണെങ്കിലും ഒരുപാട് സോയിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആ സോയിലാണ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് നിങ്ങൾക്കറിയില്ല, ആ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് MCQസിന് സ്കോപ്പ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, MCQ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് പഠിക്കുന്നതിന് പകരം ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കണ്ടന്റിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ടൈപ്പ് ഓഫ് സോയിൽ നിങ്ങളുടെ 5-6 സോയിൽ പഠിക്കാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ സോയിലിൻ്റെയും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും അറിയാമെങ്കിൽ ക്വൈറ്റ് നാച്ചുറലി നിങ്ങൾക്ക് അവിടെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുള്ള മാറ്ററേ അല്ല, MCQ ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. MCQ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു MCQ എന്ന് പറയുന്ന വലിയൊരു സംഭവമായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ടോപ്പിക്ക് പഠിക്കുന്നതിലൂടെ ക്വൈറ്റ് നാച്ചുറൽ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമാണ് MCQ എന്ന് പറയുന്നത്. എന്നാൽ ഈ MCQ ക്വസ്റ്റ്യന് വേറൊരു പ്രശ്നം വരുന്നുണ്ട്. അതാണ് ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ മാർക്ക് പോകാനും വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ റിസോഴ്സ് എന്ന ചാപ്റ്ററിലെ നിങ്ങൾ പഠിച്ചൊരു പോയിന്റ് ആയിരുന്നു ത്രീ സ്റ്റേജസ് ഓഫ് റിസോഴ്സ് പ്ലാനിങ് ഇൻ ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് 3 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് 2 പോയിന്റ്സ് മാത്രമേ അറിയുന്നുള്ളൂ, ലാസ്റ്റ് പോയിന്റ് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സംഭവിക്കുക, നിങ്ങൾ ആ എഴുതിയ 2 പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കും, 2 മാർക്ക് അവിടെ കിട്ടും. എന്നാൽ MCQ അങ്ങനെയല്ല. അവിടെ നിങ്ങൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആ ഓപ്ഷൻ ശരിയാണെങ്കിൽ അതിനും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, 1 മാർക്ക് കിട്ടും. അല്ല റോങ് ഓപ്ഷൻ സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അവിടെ 0 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് നിങ്ങളൊന്ന് കാര്യമായിട്ട് കൺസിഡർ ചെയ്യണം. മാർക്ക് പോകാനും കിട്ടാനും വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ MCQ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ കാര്യം, ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞു ഹിസ്റ്ററി ചാപ്റ്റർ ആയിട്ടുള്ള നാഷണലിസം ഇൻ ഇന്ത്യയിലെ ചില MCQs ആണ്. എന്നാൽ ഒരു ടീച്ചർക്കും പറയാൻ പറ്റില്ല നിങ്ങൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ട് നിങ്ങൾ ഈ MCQ മാത്രം പഠിക്കും എന്നൊരു ടീച്ചറും പറയില്ല. കാരണം നമുക്കറിയാം, അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ഏരിയ ഒന്നും ഈ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിന്റെ ഏത് ഭാഗത്തു നിന്നും ഏത് ടൈപ്പായിട്ടും MCQ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത്, നിങ്ങളവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാനുള്ള സ്കില്ലുണ്ടോ എന്നല്ല, മറിച്ച് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ആ കണ്ടന്റ് അറിയാം, അതാണ് ഇവിടെ നിങ്ങളൊന്നുകൂടെ റിവൈസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ കണ്ടന്റിലുള്ള നോളജ് നിങ്ങൾ ഒന്നുകൂടെ അവിടെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റിലോട്ട് പോവാം. അതായത് സം MCQs ബേസ്ഡ് ഓൺ ദ ചാപ്റ്റർ നാഷണലിസം ഇൻ ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയതിന് ശേഷം ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ അറിയുമോ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. Okay, question number 1. Why did people feel that a harsh treaty would be imposed on Khalifa? നിങ്ങൾ പഠിച്ച കാര്യമായിരുന്നു. ടോപ്പിക് ഇതാണ്, ഖിലാഫത്ത് മൂവ്മെന്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ വിചാരിക്കാൻ കാരണം ഉടനെ തന്നെ തുർക്കിയിലുള്ള അവരെ ഖലീഫയ്ക്കെതിരെ ബ്രിട്ടീഷുകാരൊരു ഹാർഷ് ട്രീറ്റി നിർബന്ധിച്ച് സൈൻ ചെയ്യിക്കാൻ പോകുന്നു എന്ന ആളുകൾക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണ്? ആ ഒരു ടോപ്പിക് അറിയുന്ന ആൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. The Khalifa had spoken against the European powers. The Khalifa was replaced by the Sultan of Turkey. And the last one, Ottoman Turkey was defeated in the First World War.
ഓക്കെ, എന്താണ് ആൻസർ? ആൻസർ സി ആണ്. ഒട്ടോമൻ തുർക്കി വാസ് ഡിഫീറ്റഡ് ഇൻ ദി ഫസ്റ്റ് വേൾഡ് വാർ. കാരണം ഇപ്പോൾ ഒട്ടോമൻ തുർക്കി എന്ന് പറയുന്ന ബ്രിട്ടന്റെ കൈകളിൽ എത്തിയിട്ടുണ്ട് ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ അവർക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കാൻ കാരണം എ ഹാർഷ് ട്രീറ്റി വുഡ് ബി ഇമ്പോസ്ഡ് ഓൺ ഖലീഫ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 2. Which of the following gave the British government the power to suppress political activities and detain political prisoners without any trial for 2 years? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അറിയാമല്ലോ. ബ്രിട്ടീഷുകാർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള പവർ കൊടുത്ത ആക്ട് ഏതെന്നാണ് ചോദിക്കുന്നത്. സൈമൺ കമ്മീഷൻ ആണോ, ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് ആണോ, റൗലറ്റ് ആക്ട് ആണോ, ഖിലാഫത്ത് മൂവ്മെന്റ് ആണോ? an easy one. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റൗലറ്റ് ആക്ട് ആണ് അവർക്ക് ഇത്ര ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു പവർ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഔദ് കിസാൻ സഭ വാസ് സെറ്റപ്പ് ആൻഡ് ഹെഡഡ് ബൈ. ആരാണ് കിസാൻ സഭ സെറ്റപ്പ് ചെയ്തതും ഫോം ചെയ്തതും അതുപോലെ അതിന് ഹെഡായിട്ടുള്ള ആളാരായിരുന്നു ചോദിച്ചത്. നിങ്ങൾ 2 പേര് പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിലെ പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറയുന്നത് ഇതിൽ കൊടുത്ത ഒരാളാണ്. നെഹ്റു, മഹാത്മാഗാന്ധി ആൻഡ് ബാൽ ഗംഗാധർ തിലക്. ഓക്കെ, ഇതൊരു ഈസി ക്വസ്റ്റൻ ആയിരുന്നു, നമുക്കറിയാം. നെഹ്റു ആണ് ആൻസർ. നെഹ്റു ആണ് ഔദ് എന്നുള്ള വില്ലേജ് അവിടെ വിസിറ്റ് ചെയ്തും ലേറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാബ രാംചന്ദ്ര ഹി ഫോംഡ് ഔദ് കിസാൻ സഭ. സോ ആൻസർ ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ. വിത്ത് ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം ഹു ക്രിയേറ്റഡ് ദ ഇമേജ് ഓഫ് ഭാരത് മാത ഇൻ ദ 20th century? നിങ്ങൾ ആ ഒരു ചാപ്റ്ററിന്റെ അവസാന ടോപ്പിക്കായിട്ട് പഠിച്ച കാര്യമായിരുന്നു വിഷ്വലൈസിങ് ദ നേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ആരാണ് ഈ ഭാരത് മാത എന്ന് പറയുന്ന ആ ഒരു പെയിന്റിംഗ് ക്രിയേറ്റ് ചെയ്തത്? നന്ദലാൽ ബോസ്, അഭിനന്ദനാഥ് ടാഗോർ, രബീന്ദ്രനാഥ് ടാഗോർ ആൻഡ് ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾക്കറിയാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, അഭിനന്ദനാഥ് ടാഗോർ. ഓക്കെ, നെക്സ്റ്റ് വൺ. വെൻ ഡിഡ് മഹാത്മാഗാന്ധി റിട്ടേൺ ടു ഇന്ത്യ? നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിലുള്ള 1-2 ഭാഗത്ത് പഠിക്കുന്ന കാര്യമാണിത്. ഏത് വർഷമാണ്, അതുപോലെ മന്ത് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഏത് വർഷവും ഏത് മാസമാണ് ഗാന്ധി ഇന്ത്യയിലേക്ക് വന്നത് ഫ്രം സൗത്ത് ആഫ്രിക്ക. അപ്പോൾ നിങ്ങളുടെ ഈ പല ക്വസ്റ്റ്യനുകളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തരാം. ചിലപ്പോൾ മന്ത് സെയിം ആയിട്ട് തരും, അതുപോലെ ചിലപ്പോൾ ഇയേഴ്സ് സെയിം ആയിട്ട് തരാം. അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് അത്തരം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഏതായിരിക്കും? 1912 ആണോ, 14 ആണോ, 13 ആണോ, 15 ആണോ? നിങ്ങൾക്കറിയാം. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ജാനുവരി 1915 ആണ് ഗാന്ധി റിട്ടേൺ ഫ്രം സൗത്ത് ആഫ്രിക്ക ടു ഇന്ത്യ. നെക്സ്റ്റ് വൺ. അണ്ടർ ദ പ്രസിഡൻസി ഓഫ് ജവഹർലാൽ നെഹ്റു the Lahore Congress session of 1929 formalized the demand of. നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് ഒരുപാട് കോൺഗ്രസ് സെഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കോൺഗ്രസ് ഒരുപാട് സെഷൻസ് ഉണ്ട്. ഈ സെഷൻ എന്ന് പറയുന്നത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു കോൺഫറൻസ് ആണ്, ജസ്റ്റ് ഒരു മീറ്റിംഗ് പോലെ നടത്തുന്നത്, അത് അറിയപ്പെടുന്ന സെഷൻ എന്നാണ്. അപ്പോൾ ഈ ഓരോ സെഷനിനും ഒരു പ്രത്യേക ഡിമാൻഡ് ഉണ്ടായിരിക്കാം. അതുപോലെ ഓരോ സെഷനും ഒരു പ്രസിഡന്റിനെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അത്തരം കോൺഗ്രസ് സെഷൻ ഉണ്ടായിരുന്നെങ്കിലും ഈ ലാഹോർ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചത്. കാരണം ഒരു പ്രത്യേക കാര്യം ആദ്യമായിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്തത് ഈ ഒരു ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ്. ഓപ്ഷൻസ് ഇതാണ്: അബോളിഷൻ ഓഫ് സോൾ ടാക്സ്, പൂർണ്ണ സ്വരാജ് ഓഫ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, ബോയ്ക്കോട്ട് ഓഫ് സൈമൺ കമ്മീഷൻ, ദ ലാസ്റ്റ് വൺ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ദളിറ്റ്സ്. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു ഇത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പൂർണ്ണ സ്വരാജ് ഓർ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. ദെൻ നെക്സ്റ്റ് വൺ. വെൻ ആൻഡ് വേർ വാസ് ദ ഖിലാഫത്ത് കമ്മിറ്റി ഫോംഡ്? 2 ക്വസ്റ്റ്യനാണ് വരുന്നത്. നിങ്ങളുടെ പ്ലേസ് മെൻഷൻ ചെയ്യുന്നതുപോലെ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. പ്ലേസും അതുപോലെ മന്തും ഇയറും. ഏതായിരിക്കാം? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മാർച്ച് 1919 ബോംബെയിൽ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം വരുന്ന വീഡിയോസിലെല്ലാം അലി ബ്രദേഴ്സ്, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അവർ ഈ ഒരു 1919 മാർച്ചിലാണ് ബോംബെയിൽ വെച്ചിട്ട് ഖിലാഫത്ത് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ലേറ്റർ ഗാന്ധി സപ്പോർട്ടഡ് ദാറ്റ് ഫോർ എ റീസൺ. അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ദെൻ an easy one.
നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ഓൾറെഡി ഡിസ്കസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഡ് ദ റൗലറ്റ് ആക്ട് 1919 പ്രസ്യൂം? അതായത് ഈ റൗലറ്റ് ആക്ടിന്റെ മീനിങ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഡിറ്റൻഷൻ ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് വിത്തൌട്ട് ട്രയൽ, ഫോഴ്സ് റിക്രൂട്ട്മെന്റ് ടു ആർമി, ഫോഴ്സ് മാനുവൽ ലേബർ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. വളരെ ഈസി ആയിട്ടുള്ള ആൻസർ ആണ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിറ്റൻഷൻ ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് വിത്തൌട്ട് ട്രയൽ. Next one. In Awadh, peasants were led by which sannyasi who had earlier been to Fiji as an indentured laborer? നിങ്ങൾക്ക് അത്ര എക്സ്പ്ലനേഷൻ ആ ക്വസ്റ്റിന് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അവധിൽ ആ ഒരു കിസാൻ സഭ ഫോം ചെയ്യാൻ ഇനീഷ്യേറ്റ് ചെയ്ത 2 പേരാണ്. ഒന്ന് നെഹ്റുവും അദ്ദേഹത്തിന്റെ കൂടെ ഒരാളുകൂടെ ഉണ്ടായിരുന്നു, അതേപോലെ സന്യാസി ആയിരുന്നു. നിങ്ങൾക്കറിയാം 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: ബാബ രാംദേവ്, ബാബ നാഗാർജുന, ബാബ രാംചന്ദ്ര ആൻഡ് ബാബ പരമാനന്ദ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ബാബ രാംചന്ദ്ര. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വേർ ഡിഡ് ദ ബ്രൂട്ടൽ ജാലിയൻവാലാ ബാഗ് മസാക്കർ ടേക്ക് പ്ലേസ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇവിടെ തന്നിരിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിറ്റിയുടെ നെയിമാണ്, പക്ഷെ ചിലപ്പോൾ ഇത് സ്റ്റേറ്റ് വൈസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ തന്ന പ്ലേസ് എല്ലാം ആ ഒരു സിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നെയിംസുകളാണ്: അമൃത്സർ, മീററ്റ്, ലാഹോർ ആൻഡ് ലക്നൗ. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ അമൃത്സറാണ്. ഇനി സ്റ്റേറ്റ് വൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം, പഞ്ചാബാണ് എഴുതേണ്ടത്. Okay, next one. Identify the appropriate reason for the formation of Swaraj Party from the option given below. എന്തുകൊണ്ടാണ് സ്വരാജ് പാർട്ടി എന്നുള്ള പാർട്ടി നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്ന പല ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സും പെട്ടെന്ന് തന്നെ അവർ കോൺഗ്രസിൽ നിന്ന് റിസൈൻ ചെയ്യുകയും മറ്റൊരു പുതിയ പാർട്ടിയായിട്ടുള്ള സ്വരാജ് പാർട്ടി ഫോം ചെയ്യുകയും ചെയ്തു. എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Wanted members of Congress to return to council politics, wanted members of Congress to ask for Purna Swaraj, then to ask dominion status for India, and the last one to oppose Simon Commission. ഇതിൽ ഏത് റീസൺ കൊണ്ടാണ് സ്വരാജ് പാർട്ടി എന്നുള്ള പ്രത്യേക പാർട്ടി ആളുകൾ ഫോം ചെയ്യാൻ കാരണം? ഓക്കെ, കറക്റ്റ് ആൻസർ എ ആണ്, വാണ്ടഡ് മെമ്പേഴ്സ് ഓഫ് കോൺഗ്രസ് ടു റിട്ടേൺ ടു കൗൺസിൽ പൊളിറ്റിക്സ്. നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് അവരുടെ ലീഡേഴ്സ് എല്ലാം ഈ എലക്ഷൻ അതിൽ കണ്ടസ്റ്റ് ചെയ്യുന്നതിനെതിരായിരുന്നു. എന്നാൽ സ്വരാജ് പാർട്ടിയിലെ മെമ്പേഴ്സ് വാദിച്ചെന്തായിരുന്നു, അവർ ഇലക്ഷനിൽ പങ്കെടുക്കണമെന്നും അങ്ങനെ അവർക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടണം, അതിലൂടെ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിരുന്നു അവരുടെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഈ ഇലക്ഷൻ എതിരായതുകൊണ്ടാണ് അവർ കോൺഗ്രസ് റിസൈൻ ചെയ്തുകൊണ്ട് അവർ മറ്റൊരു പാർട്ടി എന്ന് പറയുന്ന സ്വരാജ് പാർട്ടി ഫോം ചെയ്തിട്ട് അവരെ ഇലക്ഷനിൽ മത്സരിച്ചത്. സോ കറക്റ്റ് ആൻസർ എ ആണ്, ടു റിട്ടേൺ ടു കൗൺസിൽ പൊളിറ്റിക്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, നിങ്ങൾക്കറിയാം ഈ MCQ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സാധാരണയായിട്ട് സോഷ്യലിലെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് നോർമൽ MCQ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത നോർമൽ MCQ വിത്ത് 4 ഓപ്ഷൻ. അതുകൂടാതെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കറിയാം അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇനി മറ്റൊന്നാണ് നിങ്ങൾക്കൊരു പാരഗ്രാഫ് വന്നിട്ട് ഒരു കേസ് സ്റ്റഡി പോലെ നിങ്ങൾക്ക് അതിന് ആ പാരഗ്രാഫിനെ ബേസ് കൊണ്ട് ചില ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഈ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് സോഷ്യൽ എക്സ്പെക്ട് ചെയ്യേണ്ടുള്ളൂ: നോർമൽ MCQ, അസർഷൻ, റീസൺ, അതുപോലെ ഒരു പാരഗ്രാഫിൽ നിന്ന് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളത്. ഓക്കെ, നിങ്ങൾക്കറിയാം MCQ നിങ്ങൾക്ക് ഈ ഒരു 4 ഓപ്ഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അവിടെ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ഈസ് ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് both assertion and reason are true but reason is not the correct explanation of assertion. നിങ്ങൾക്കറിയാം CD എന്ന് പറയുന്ന അസർഷൻ ട്രൂ ആണ്, ഇവിടെ റീസൺ ഫാൾസ് ആണ്. ലാസ്റ്റ് വണ്ണിലെ ഈ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ്. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് അതുപോലുള്ള കുറച്ച് അസർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, അതിൽ അസർഷൻ ഇങ്ങനെയാണ്: ഇൻ 1917 ഗാന്ധിജി organized a satyagraha to support the peasants of Kheda district of Gujarat. Reason കൊടുത്തിട്ട് ഇങ്ങനെയാണ്: the peasants were affected by crop failure and plague epidemic. They could not pay the revenue and were demanding that revenue collection to be relaxed.
ഏതായിരിക്കും ഓപ്ഷൻ വരുന്നുണ്ടായിരിക്കുക? എന്തുകൊണ്ടാണ് ഗാന്ധിജി ഫസ്റ്റ് പറയുന്നത് ഖേദയിലെ പെസൻസിനെ ഗാന്ധി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖേദ എന്ന് പറയുന്നത് ഗുജറാത്തിലാണെന്നാണ് പറയുന്നത്. ഇനി ഇവർക്ക് ഒരുപാട് ആ ഒരു വർഷം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായ വർഷമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ അടുത്ത പണം തിരിച്ചടക്കാൻ പറ്റാത്ത പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. റവന്യൂസ് അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഗാന്ധി അവരെ സപ്പോർട്ട് ചെയ്തത്? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ടും കറക്റ്റാണ്. അപ്പോൾ നമുക്കിത് ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. കാരണം ഗാന്ധി അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പറഞ്ഞ റീസണും കറക്റ്റ് തന്നെയാണ്. സോ ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. നൗ second assertion reason question. The non-cooperation movement gradually slowed down for a variety of reasons in cities. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പല കാരണം കൊണ്ടും സിറ്റീസിൽ സ്ലോ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇനി റീസൺ കൊടുത്തിട്ട് ഇങ്ങനെയാണ്: ആസ് ദ ബോയ്ക്കോട്ട് മൂവ്മെന്റ് സ്പ്രെഡ് ആൻഡ് പീപ്പിൾ ബിഗാൻ ഡിസ്കാർഡിംഗ് ഇമ്പോർട്ടഡ് ക്ലോത്ത്സ് ആൻഡ് വിയറിംഗ് ഓൺലി ഇന്ത്യൻ വൺസ്, പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ മിൽസ് ആൻഡ് ഹാൻഡ്ലൂംസ് വെൻഡർ. അസർഷൻ ഇങ്ങനെ ആയിരുന്നു. ഏതോ ഒരു കാരണം കൊണ്ട് സിറ്റിയിൽ NCM നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന്റെ പ്രവർത്തനം കുറച്ച് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു മൊമെന്റം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതിന് കാരണം പറയുന്നത് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് വരുത്തുന്ന ഇമ്പോർട്ടഡ് ക്ലോത്ത്സ് പരമാവധി അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ്, എസ്പെഷ്യലി കോട്ടൺ ടെക്സ്റ്റൈൽ യൂസ് ചെയ്യാൻ തുടങ്ങുകയും അതിന്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് നമ്മുടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് റീസൺ കൊടുത്തിരിക്കുന്നത്. ഏതായിരിക്കും അവിടെ ആൻസർ? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അവിടെ ആൻസർ വരുന്നത് ബി ആണ്. ഇഫ് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. കാരണം എന്താ? അസേർഷൻ ട്രൂ ആണ് അല്ലെ, പല കാരണം കൊണ്ടും നമ്മുടെ സിറ്റീസിൽ അതിന്റെ മൊമെന്റം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതും കറക്റ്റ് തന്നെയാണ്. നമ്മൾ പരമാവധി ബ്രിട്ടീഷ് മെയ്ഡ് ക്ലോത്ത്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യൻ മെയ്ഡ് ക്ലോത്ത്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല അവിടെ സ്ലോ ഡൗൺ ആവാനുള്ള കാരണം. നമ്മൾ വേറെ ഒരുപാട് റീസൺ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അല്ലെ, അവിടെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് നമ്മൾ കുട്ടികളെ സ്കൂളിൽ അയക്കാനുള്ള ഓൺലി ബ്രിട്ടീഷ് സ്കൂൾസ് വേർത് ഡ്യൂറിങ് ദാറ്റ് ടൈം. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇന്ത്യൻ സ്കൂൾസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഖാദി എന്ന് പറയുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ഐറ്റം ആയിരുന്നു. ഇതുകൊണ്ടാണ് ഈ സിറ്റീസിൽ ഇത് സ്ലോ ഡൗൺ ആവാനുള്ള കാരണം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന റീസൺ കറക്റ്റ് അല്ല. ഈ രണ്ടും നമ്മൾ സെപ്പറേറ്റ് നോക്കുമ്പോൾ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടും ട്രൂ ആണെങ്കിലും റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അസേർഷൻ ഇങ്ങനെയാണ്: ഡയർ, നമുക്കറിയാം ജനറൽ ഡയർ ആണ് ഉദ്ദേശിക്കുന്നത്. ജനറൽ ഡയർ എൻറ്റർഡ് ദ ഏരിയ, blocked the exit points and opened fire on the crowd, killing hundreds. അറിയാലോ ഇത് ഏതിനെ പറ്റിയാണ് പറയുന്നുണ്ടായിരിക്കുക? അബൌട്ട് ഇൻഫേമസ് ജാലിയൻവാല ബാഗ് ഇൻസിഡന്റ്. ഇനി റീസൺ കൊടുത്ത് എങ്ങനെയാണ്: ഹിസ് ഒബ്ജക്റ്റീവ് ഓർ ഹിസ് ഒബ്ജക്ട് ആസ് ഹി ഡിക്ലെയർഡ് ലേറ്റർ വാസ് ടു പ്രൊഡ്യൂസ് എ മോറൽ എഫക്ട് ടു ക്രിയേറ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് സത്യഗ്രഹീസ് എ ഫീലിംഗ് ഓഫ് ടെറർ. നിങ്ങൾക്കറിയാം ജാലിയൻവാല ബാഗിൽ അദ്ദേഹം ഒരു നാരോ എക്സിറ്റ് പോയിന്റ് എൻട്രൻസ് പോയിന്റ് മാത്രം ഉണ്ടായിരുന്നത്. അത് അടയ്ക്കുകയും അതിനുശേഷം ഇവർക്ക് നേരെ ഫയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസണാണ് പറയുന്നത് എങ്ങനെയാണ്: ഇത് ഈ സത്യദേശിന്റെ മനസ്സിലെ കുറച്ച് ഇവരെ പറ്റി ഒരു പേടി ഉണ്ടാവാണ് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. അപ്പൊ ഏത് ഓപ്ഷൻ ആയിരിക്കും വരിക? ഓക്കെ, നമുക്ക് ഈസിയായിട്ട് ഗസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. അതായത് ഇവിടെ രണ്ടും കറക്റ്റ് ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക, നിങ്ങളുടെ MCQ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയി പഠിക്കാതെ ഓരോ ചാപ്റ്റേഴ്സിലെയും കണ്ടന്റ് പഠിക്കുക. സോ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.